ഹായ് ഹലോ ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നാളുകൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്. അപ്പോൾ ലോങ് വീഡിയോസ് ഒന്നും കാര്യമായിട്ട് എടുക്കാൻ എനിക്ക് ഉണ്ടായിരുന്നില്ല ഗായ്സ്. ഉള്ളത് തന്നെ എനിക്ക് വീഡിയോ ചെയ്ത് എന്താ ചെയ്യുക, എഡിറ്റ് ചെയ്ത് ഇടാനൊന്നുള്ള ഒരു സമയവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഒരു ലോങ് വീഡിയോ ഒത്തു വന്നപ്പോൾ ഞാൻ എന്തായാലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ക്യാപ്ഷനിൽ കണ്ടതുപോലെ തന്നെ മലബാർ ദം ബിരിയാണിയാണ് ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ. അപ്പോൾ ഏച്ചി വീട്ടിലുണ്ടായിരുന്നതുകൊണ്ട് ഏച്ചി അറിയാമല്ലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, എന്നെ പോലെയല്ല നല്ലൊരു ഷെഫാണ്, നല്ലൊരു കുക്കാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് എല്ലാ ഐറ്റംസും ഉണ്ടാക്കും. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ പണികളാണ്, അതായത് ഉള്ളി മുറിച്ച് കൊടുക്കുക, തക്കാളി മുറിച്ച് കൊടുക്കുക, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ പേസ്റ്റാക്കി കൊടുക്കുക, അതൊക്കെയായിരുന്നു എൻ്റെ പണി ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ മുറിച്ച് കൊടുക്കും, ഏച്ചി ഇങ്ങനെ അടുപ്പത്ത് നിന്ന് ഉണ്ടാക്കിയെടുക്കും. അതൊക്കെയാണ് നമ്മുടെ പരിപാടി. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുഞ്ഞപ്പനും അനുമോളും ഉള്ളതുകൊണ്ട് കുറച്ച് കുരുത്തക്കേടുകളൊക്കെ അവർ ഒപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, അവരെന്ന് വെച്ചാൽ ടി വി കാണൽ മാത്രമല്ല അതിൻ്റെ കൂട്ടത്തിൽ വേറെ എന്തൊക്കെയോ ഒപ്പിക്കും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അതിനും കൂടെ ഞാൻ ഓരോ ഇങ്ങനെ കലമ്പൊക്കെ ചെയ്യുകയാണ്, അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പിന്നെ അവനെ കലമ്പിയാൽ അവനൊന്നും കേൾക്കില്ല, അതിനെക്കാട്ടി നല്ലത് സോപ്പിട്ടിട്ട് നയപരമായി എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിത് വെളുത്തുള്ളി ഇഷ്ടം പോലെ വെളുത്തുള്ളി വേണമെന്ന് പറഞ്ഞുകൊണ്ട് വെളുത്തുള്ളി ഇങ്ങനെ അല്ലിയാക്കിയിട്ട് അതിനെ എടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് സെറ്റാക്കി എടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്തത് പാൻ വെച്ചിട്ട് ബിരിയാണി പോട്ട് കണ്ടില്ലേ, ബിരിയാണി പോട്ടിൽ എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മുടെ ഉള്ളി വഴറ്റുകയാണ്. അതിന് ശേഷം ഏച്ചി അരി കഴുകിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഏച്ചിയാണ് കുക്ക് ചെയ്യുന്നത്, ഞാൻ ബാക്കി സൈഡപ്പ് ഹെൽപ്പുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് അരി ഇട്ടിട്ട് നന്നായിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കുകയാണ്. ഉള്ളിയും ഉണ്ട് ഓൾറെഡി. അപ്പോൾ നമ്മുടെ ഉള്ളിക്ക് ശേഷം ഇട്ടത് അരിയാണ്. പിന്നെ കുറച്ച് നമ്മുടെ ഇലകളൊക്കെ ഉണ്ടല്ലോ, ഇലകൾ, പിന്നെ കറുവപ്പട്ട, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ റൈസിൽ സാധാരണയായിട്ട് ഇടുന്നത്, അതൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് ഇനിയിപ്പോൾ ഇതിന് കണക്കായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇത് പൊത്തി വേവിച്ച് വെക്കും. സാധാരണ ചോറുണ്ടാക്കുന്നത് സാധാരണ പോലെ തന്നെ, അതിലൊരു മാറ്റവും ഇല്ല. നിങ്ങൾ എങ്ങനെയാണോ സ്വാഭാവികമായി ചോറുണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 4 കപ്പ് വെള്ളം, നമ്മുടെ അളവിനനുസരിച്ച് 4 കപ്പാണ് ഏച്ചി ഒഴിക്കുന്നത്. അപ്പോൾ ഇത് അളന്ന് ചൂടാക്കി വെച്ച വെള്ളം തന്നെയാണ്, ചൂടുവെള്ളം തന്നെയാണ് ഒഴിക്കുന്നത്. അപ്പോൾ ചൂടുവെള്ളം അളന്നിട്ട് ഏച്ചി ആ കപ്പിനാണ് നമ്മൾ അളന്നത്, അതുകൊണ്ട് ആ കപ്പിന് തന്നെ അളന്ന് 4 കപ്പ് വെള്ളം അതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ ബിരിയാണീൻ്റെ ടേസ്റ്റ് ഇപ്പോഴേ പറയുകയാണ് ഞാൻ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിരിയാണി എന്ന് വെച്ചാൽ അടിപൊളിയാണ്. നമ്മളിങ്ങനെ പൊരിച്ചത് മാത്രമേ തിന്നൂ എന്ന് പറയുന്ന ആൾക്കാരില്ലേ, അങ്ങനെയുള്ളവരോട് പറയാനുള്ളത് വേവിച്ചതാണോയെന്നോ നമുക്ക് മനസ്സിലാവുമൊന്നുമില്ല, അത്രയും സൂപ്പറാണ്, നല്ല ടേസ്റ്റാണ്. എനിക്ക് തിന്നിട്ട് ഒരുപാട് ഇഷ്ടമായി എന്ന് തന്നെ പറയാം. ചേച്ചി ഇതിന് മുന്നേ വന്നപ്പോഴും ഇതിൽ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, നമ്മൾ വീട്ടിൽ ഉള്ള സമയത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് എനിക്ക് വീഡിയോ എടുക്കാനും ഇടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഞാൻ ചേച്ചിനോട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ചേച്ചി, എനിക്ക് ഇതാക്കിയിട്ട് പറഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചേച്ചി നല്ല നൈസായിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ ചേച്ചി അതിൽ വേണ്ട ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് കുറവാന്ന് കണ്ടപ്പോൾ കുറച്ചുകൂടി ഇട്ടിട്ട് ഇളക്കി നല്ല യോജിപ്പിച്ചിട്ട് പൊത്തി വെക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ചോറാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ബിരിയാണി ഞാൻ പറഞ്ഞല്ലോ നല്ല രസമായിരുന്നു കേട്ടോ. പൊരിച്ചതാണെന്നേ നമുക്ക് തോന്നുള്ളൂ, അല്ലാണ്ട് വേവിച്ചെടുത്ത ചിക്കനാണെന്ന് നമുക്ക് തോന്നുകയില്ല, അത്രയും ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഇതെന്ന് വെച്ചാൽ നമ്മൾ മറ്റേ മാതിരി ഉള്ളി വഴറ്റി തക്കാളി വഴറ്റി അങ്ങനത്തെ പണികളൊന്നുമില്ല, സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരൈറ്റം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വെളുത്തുള്ളീൻ്റെ വേണമെന്നാണ് ചേച്ചി ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചേച്ചി പറഞ്ഞു എനിക്ക് വെളുത്തുള്ളിയല്ല ഉള്ളിയാണ് ആദ്യം വേണ്ടത് എന്ന് പറഞ്ഞിട്ട് ചേച്ചി തന്നെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നീര്, അപ്പോൾ എനിക്കിങ്ങനെ ഉള്ളി അരിയുമ്പോൾ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിനെക്കാട്ടിലും നല്ലത് പിന്നെ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണിൽ നിന്ന് വെള്ളം വരില്ലാന്ന്. ഉള്ളി ഒരുപാട് വേണം കേട്ടോ. ഇതിൽ ഞാൻ എത്ര എടുത്തിട്ടുള്ളത് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഉള്ളി ധാരാളമായി വേണം ഗൈസ്. അപ്പോൾ ഒരു അഞ്ചെട്ട് ഉള്ളി എന്തായാലും എടുത്തിട്ടുണ്ട്, വലിയ ഉള്ളി നോക്കിയിട്ട് 5-8 പിന്നെ ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഏച്ചി കാര്യമായിട്ട് മുറിക്കാണ്, എന്നെക്കാട്ടിലും സ്പീഡാണ്. അവർക്ക് മുന്നേ ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. അപ്പോൾ പിന്നെ എന്താ പറയുക, നല്ല രസത്തിൽ
ഏച്ചി മുറിക്കും, സ്പീഡായിട്ട് മുറിക്കും. എനിക്കും കുറച്ച് സ്പീഡിൽ മുറിക്കാൻ പറ്റും, പക്ഷേ ഏച്ചീൻ്റെ അത്ര ആവില്ല കേട്ടോ. അപ്പോൾ ഏച്ചി നല്ല എക്സ്പേർട്ട് ആയതുകൊണ്ട് ഏച്ചിക്ക് ഇപ്പം ഭയങ്കര സ്പീഡായിട്ട് മുറിക്കാൻ പറ്റും. അങ്ങനെ ചോറ് കൂടുകൂടാ നല്ല വൃത്തിയിൽ തിളച്ചിട്ടുണ്ട്. ഏച്ചി നോക്കുമ്പോഴത്തേക്ക് ഏകദേശമൊക്കെ ഇങ്ങനെ ആവാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ അടുത്തതായിട്ട് ചോറ് ഏകദേശം നോക്കിയിട്ട് വാങ്ങി വെച്ചു. ചോറായിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം എന്ന് വെച്ചാൽ ഇതേ ഒത്തിരി വെളിച്ചെണ്ണയും കാര്യങ്ങളൊക്കെ ഒത്തിരി ഇനി വേണം കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ പൊരിക്കാത്തത് കൊണ്ട് അതിൻ്റെയൊക്കെ ഇതിൽ ലാഭം നേടി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ബെസ്റ്റ് ഓപ്ഷനാണ്. സിമ്പിളായിട്ട് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ആണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇത് അടുത്തതായിട്ട് ചേച്ചി നുറുക്കിയ ഉള്ളി ഒന്നും കൂടെ ഒന്ന് നുറുക്കാക്കിയിട്ട്, അതായത് നമ്മൾ മുറിച്ചാൽ ചിലപ്പം അതുപോലെ നിൽക്കില്ല, അതൊന്നും പോലെ അല്ലാണ്ട് നുറുക്കി ഇങ്ങനെ ഇതാക്കിയിട്ട് ചേച്ചി ഇടുകയാണ്. പിന്നെ ഇതെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ തന്നെ ഇടണം എന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ ഓരോ ഉള്ളി, അതായത് അരിഞ്ഞ ഓരോ സ്ലൈസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഇത് ചേച്ചി ആ എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ വാട്ടിയെടുക്കുകയാണ്. നമുക്ക് ഒരുപാട് ഉള്ളി നമ്മുടെ മുരിഞ്ഞ ഉള്ളിയില്ലേ നല്ല നമ്മളെ കരിഞ്ഞ ആ ഒരു നമ്മുടെ യെല്ലോ കളർ ആവുമല്ലോ, നമ്മൾ നല്ല യെല്ലോ കളർ നല്ല വൃത്തിയിലുള്ള ആ കളറാവുമ്പം എടുക്കണം. ധാരാളം ഉള്ളി ഇതിൽ ആവശ്യമാണ്. അങ്ങനെ വെച്ചാൽ ആദ്യത്തെ ട്രിപ്പ് ഇട്ടു, അതിൽ കുറച്ച് കുറഞ്ഞതുകൊണ്ട് വീണ്ടും നുറുക്കി ഇടുകയാണ് കേട്ടോ. അങ്ങനെ ഇത് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം ലോങ് വീഡിയോ ചെയ്യുമ്പോൾ ഈ വായി തോരാതെ സംസാരിക്കണം. കുറച്ചെടുത്ത് കുറച്ച് കട്ട് ചെയ്ത്, കുറച്ചെടുത്ത് കുറച്ച് കട്ട് ചെയ്ത്, അങ്ങനെ എനിക്ക് നടക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ വന്ന ഓർഡറിൽ പിന്നെ എനിക്ക് കിട്ടില്ല. പിന്നെ ഞാൻ ഇടയ്ക്ക് എന്തായാലും എവിടെയെങ്കിലെല്ലോ എത്തും എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ്. എങ്കിൽ പോലും ലോങ് വീഡിയോസ് എടുക്കുമ്പം നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ആകെ കൺഫ്യൂഷനാണ്. ഫുഡിനെ പറ്റി നമ്മൾ ഉണ്ടാക്കുന്ന സംഭവത്തിനെ പറ്റി പറയണോ, അതോ വേറെ എന്തെങ്കിലും കാര്യം പറയണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം, അങ്ങനെ ഓരോന്നും കൺഫ്യൂഷനാണ് കേട്ടോ. അങ്ങനെ ഒരു കൺഫ്യൂഷനിലാണ് ഇപ്പം ഞാൻ ഈ ടോപ്പിക് എടുത്തിട്ടത്. കാരണം ഉണ്ടാക്കാൻ കുറച്ച് സമയം എടുക്കുമല്ലോ, അത് വാടി വരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ വീഡിയോ കുറച്ച് ലോങ് ആവാൻ ഞാൻ കുറച്ച് വീഡിയോസ് അധികം ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഉള്ളി നന്നായിട്ട് വഴറ്റി ആ ഒരു സെറ്റപ്പായി എടുക്കുന്നത് വരെയുള്ളതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ച് ലോങ് ആയാൽ മാത്രമേ വീഡിയോ ഇട്ടിട്ട് കാര്യമുള്ളൂ. ഇല്ലാതെ പിന്നെ 4-5 മിനിറ്റ് വീഡിയോസ് ഇട്ടിട്ട് കാര്യമില്ലല്ലോ. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഷോർട്സിന് തന്നെ 3 മിനിറ്റൊക്കെ ടൈം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൽ മിനിമം എത്രയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കറിയില്ല, വീഡിയോസിൽ അത്രയും വേണമെന്ന് തോന്നുന്നു. അങ്ങനെ ഇത് ചേച്ചി നന്നായി മൊരിയിപ്പിച്ച ഉള്ളി എടുത്ത് വാങ്ങി വെക്കുകയാണ്. ഉള്ളി എന്ന് വെച്ചാൽ വീണ്ടും നമുക്ക് ഉള്ളി വേണം കേട്ടോ. നമ്മളെ മൊരിയിപ്പിച്ചെടുത്ത ഉള്ളിക്ക് ശേഷം ചേച്ചി വീണ്ടും ആ വെളിച്ചെണ്ണയിലേക്ക് കുറച്ചുകൂടി ഉള്ളി ഇട്ട് അതൊന്ന് എന്താ പറയുക, ഒന്ന് വഴഞ്ഞ് വന്നതിന് ശേഷം, അതായത് ആ ഒരു യെല്ലോ കളർ ആവേണ്ട അതിന് മുന്നേ, അതായത് നമ്മൾ സാധാരണ ചിക്കനിലൊക്കെ വാട്ടുന്ന പോലെ നല്ല വാട്ടിയെടുത്തിട്ട് അതിലേക്ക് ചിക്കനും കൂടി എടുത്തിട്ട് കേട്ടോ. ഇത് 2 കിലോ ആണെന്ന് തോന്നുന്നു, 2 കിലോ ചിക്കൻ ആണെന്ന് തോന്നുന്നു, 2 ആയിരിക്കണം. ചിക്കൻ്റെ അളവ് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഗൈസ്. അപ്പോൾ നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾ എടുത്തോളൂ. ഉള്ളി നോക്കിയിട്ട് ഇട്ടിട്ട് അതിന് ശേഷം ചിക്കൻ ഇട്ടിട്ട് ഇതേ ഇങ്ങനെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഉള്ളിയും അതും കൂടെ ഒക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഇതിലേക്കാണ് നമ്മുടെ എന്താണ് വെളുത്തുള്ളി, ഇഞ്ചി, അതിൻ്റെയൊക്കെ പേസ്റ്റ് ഇനി ഇതിലേക്കാണ് വരാൻ പോകുന്നത്. അതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ്. അല്ലാണ്ട് വേറൊരു മസാലകളും നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ടും കുറച്ച് ബൾക്കായിട്ട് തന്നെ വേണം, കുറച്ച് നല്ലോണം തന്നെ വേണം. അതുകൊണ്ടാണ് ഞാൻ ഇത് വെക്കുന്നതിന് മുന്നേ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അത് സെറ്റപ്പാക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഉള്ളിയിലേക്ക് ഇട്ട ചിക്കൻ പൊത്തി വെച്ച് കുറേ നേരം വേവിച്ചു. അതിന് ശേഷം വീണ്ടും ഒന്നെടുത്ത്, അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കണ്ട എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കട്ടെ. ചിക്കനിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ തന്നെ അത് വെന്ത് വരണം, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുക കേട്ടോ. അപ്പോൾ അത് അങ്ങനെ തന്നെ എടുത്ത് പൊത്തി വെക്കുക. ഇത് കൂടുതലായി മുസ്ലിംസാണ് ഉണ്ടാക്കുക. അവരുടെ എന്താ പറയുക, മുസ്ലിം ആൾക്കാരുടെ സ്പെഷ്യൽ സംഭവമാണല്ലോ ഈ ബിരിയാണി എന്ന് പറയുന്നത്. അവർക്കാണല്ലോ ഇതിൻ്റെ കൂടുതൽ എന്താ പറയുക, ഒരു കൈപ്പുണ്യം എന്ന് പറയുന്നത്. അവരുണ്ടാക്കുന്ന ആ ഒരു സ്റ്റൈൽ നമുക്ക് എങ്ങനെ കിട്ടില്ല. സത്യം പറഞ്ഞാൽ പിന്നെ വീട്ടിൽ നിന്നൊന്നും ഉണ്ടാക്കിയാൽ നമ്മൾ വേറെ തന്നെ ഒരു സ്റ്റൈലാണ്. എന്തായാലും അവരുടെ ആ ഒരു സ്റ്റൈലിലോ ടേസ്റ്റിലോ നമുക്ക് എന്തായാലും കിട്ടില്ല. പക്ഷേ ഇത് കഴിച്ചപ്പോൾ എനിക്ക് ശരിക്കും ആ ഒരു ടേസ്റ്റോ ആ ഒരു എന്താ പറയുക എന്തൊക്കെയോ എനിക്ക് ടച്ച് ചെയ്തു കേട്ടോ. അത്രയും സൂപ്പറാണ് സാധനം. മലബാർ ദം ബിരിയാണി എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഒരു വികാരമാണല്ലോ. അപ്പോൾ അത്രയും സൂപ്പറായിട്ട് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്.
അങ്ങനെ ഞാനിത് എല്ലാം തൊലി കളഞ്ഞോടത്തപ്പോൾ ചേച്ചി തന്നെ പേസ്റ്റാക്കി. പച്ചമുളകും ഉണ്ട്, അതാണ് നമ്മുടെ കളർ ഇങ്ങനെ ഒരു പച്ച കളറായിട്ട് വരുന്നത്. അപ്പോൾ പച്ചമുളകും അല്പം എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു 10-15 പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ വേറെ ഇതിൽ ഒരു എരിവും ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ആകുമ്പോൾ കുറച്ച് എരിവ് എന്നാലും എരിവൊന്നും ആയിട്ടില്ല കേട്ടോ, കറക്റ്റ് എരിവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് മാത്രം 10-15 എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എരിവ് നിങ്ങൾക്ക് ഓവറാവില്ല, പക്ഷേ നിങ്ങളുടെ പച്ചപ്പറങ്ങിയുടെ എരിവും കൂടെ നോക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് എടുത്തോളൂ കേട്ടോ. അപ്പോൾ നമ്മളിനിയിപ്പോൾ അടുത്തതായിട്ട് ആ ഒരു വേവാന ഇങ്ങനെ വരുന്ന ചിക്കനിലേക്ക് നമ്മൾ ആ പേസ്റ്റും കൂടെ ഒഴിച്ചിട്ട് ഇനി അടുത്തതായിട്ട് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, അത് മാത്രം വെച്ചിട്ട് നമ്മൾ ആദ്യം വേവിച്ചെടുക്കാൻ പോവുകയാണ് ഗൈസ്. അങ്ങനെ ഇതേ കണ്ട ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ചാടി തുറന്ന് നോക്കുമ്പോൾ ഏകദേശം വേവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചിക്കനൊക്കെ ഇങ്ങനെ വെന്ത് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കനിലേക്ക് അടുത്തതായിട്ട് ചേച്ചി നമ്മളെ ആ ജാറിലുണ്ടായിരുന്നതിലേക്ക് ഊറ്റിയിട്ട് കുറച്ച് വെള്ളം എന്ന് വെച്ചാൽ വളരെ കുറച്ച് ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഊറ്റിയിട്ട് ഒഴിക്കുന്നുണ്ടായിരുന്നു. കാരണം അവിടെയൊക്കെ ഉണ്ടാവുമല്ലോ, ജാറിലാകുമ്പോൾ ഇങ്ങനെ പറ്റിയതൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് അരിഞ്ഞ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മണം തന്നെ നല്ല രസമാണ്. നമുക്ക് എന്തിലായാലും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ടെങ്കിൽ അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറയുന്നത് സത്യമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുട്ടക്കറി ആയാലോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മീനിൽ തന്നെ നമ്മൾ വെളുത്തുള്ളി കുത്തിയിരുന്നുണ്ടെങ്കിൽ മീൻ കറിയിലൊക്കെ നല്ല രസമല്ലേ. മത്തിയൊക്കെ ആണെങ്കിൽ പിന്നെ പറയേ വേണ്ട, നല്ല രസമാണ്, എനിക്കിഷ്ടമാണ് മത്തി മുളക് വെച്ചിട്ട് വെക്കുന്നതിൽ നമുക്ക് ഇതിട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. അങ്ങനെ അടുത്തതായിട്ട് ചേച്ചി ഇട്ടിട്ടുണ്ടായിരുന്നത് നമ്മുടെ തക്കാളിക്കുട്ടനെയാണ്. തക്കാളിക്കുട്ടൻ കുറച്ചേ വേണ്ടൂ, കുറച്ച് 2-3 തക്കാളി അരിഞ്ഞ് തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മുടെ ചെറുനാരങ്ങ നീര് മസ്റ്റാണ്. ചെറുനാരങ്ങ നീരും കൂടെ ഒന്ന് പിഴിഞ്ഞൊഴിച്ചിട്ട് പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തൈര് കുറച്ച് അത്യാവശ്യം തന്നെ വേണം. അങ്ങനെ തൈരുമായിട്ട് നമ്മുടെ ചിക്കൻ കുട്ടന്മാരെ ഒന്ന് ഇളക്കി സെറ്റപ്പ് ആക്കുകയാണ്. ചേച്ചിക്ക് നല്ല പണിയായിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളിക്ക് പ്രത്യേകം നമുക്കെന്താ പറയുക, ഇതിങ്ങനെ ഇളക്കും തോറും ഉരുണ്ട് വരുന്ന സാധനമാണല്ലോ, അപ്പോൾ പ്രത്യേകമായി ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് മേത്തേക്ക് മറിയാനും നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ചേച്ചി നല്ല വൃത്തിയിൽ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. കരിക്കല തുണിയൊക്കെ എടുത്ത് കൂട്ടി പിടിച്ചിട്ടൊക്കെ ആയിരുന്നു ചേച്ചി ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇത് വീണ്ടും നമ്മൾ തക്കാളിയും പിന്നെ നമ്മുടെ തൈരൊക്കെ ഇട്ടിട്ട് അടച്ച് വെച്ചു. അതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ നമ്മുടെ തക്കാളിക്ക് ഇങ്ങനെ വെന്ത് വരുന്നുണ്ട്. മാത്രമല്ല തൈരൊന്ന് നന്നായിട്ട് സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്. വീണ്ടും നമ്മൾ അടച്ച് വെച്ച് നന്നായി വേവിച്ചു. അതിന് ശേഷം ഇതേ നമ്മുടെ ചിക്കൻ കൂട്ടന്മാർ നല്ല കളറൊക്കെ മാറി ആ തക്കാളിയുടെ ചുവപ്പൊക്കെ ഇറങ്ങി നല്ല അടിപൊളി കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തൊട്ട് നോക്കുന്ന സമയത്ത് പുളി കുറച്ച് കുറവാന്ന് തോന്നി, അതുപോലെ തന്നെ ഉപ്പും. അപ്പോൾ അത് രണ്ടും കൂടി ചേച്ചി വീണ്ടും ചേർത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ പിന്നെ കക്കിരിയിലേക്ക് കടന്നു. നല്ലൊരു തൈര് കൂട്ടാനുണ്ടെങ്കിലല്ലേ നമ്മുടെ ബിരിയാണി ഒരു സമ്പൂർണ്ണമാവുള്ളൂ. പിന്നെ അച്ചാർ നമ്മൾ ഉണ്ടാക്കിയതല്ല മേടിച്ചതുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അച്ചാർ അത് തന്നെ മതിയെന്ന് വിചാരിച്ചു. പിന്നെ കക്കിരി അരിയുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അനുമോളയും കുഞ്ഞൂട്ടനെയാണ്. 2 പേരും നന്നായിട്ട് കഴിക്കുന്ന സാധനമാണ്. കുഞ്ഞൻ പിന്നെ ഒരുക്കി കൊടുത്താലൊന്നും അടങ്ങില്ല. അങ്ങനെ പിന്നെ അനുമോൾക്ക് സങ്കടമാവുന്നതായിട്ട് പിന്നെ അനുമോക്കും കൊടുത്തു. അങ്ങനെ നമ്മൾ 2 പേർക്കും കൊടുത്ത് ലാസ്റ്റ് കക്കിരിയെ കിട്ടിയത് ഇതേ ഇത്ര പോറിന് മാത്രമായിരുന്നു ഗൈസ്. അങ്ങനെ ഞാനത് വലിയ വിഷയമാക്കിയില്ല, കാരണം കുട്ടികൾ കഴിക്കട്ടെ എന്ന് കരുതി. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് മിക്സാക്കിയതിന് ശേഷം നമ്മൾ തൈര് ഒഴിക്കാൻ പോവുകയാണ്. തൈര് എനിക്കെന്ന് വെച്ചാൽ ഇങ്ങനെ കട്ടിയായിട്ടുള്ള കച്ചമ്പറ് ഇഷ്ടമല്ല, നമ്മുടെ തൈര് കൂട്ടാൻ ഇഷ്ടമല്ല. കുറച്ച് ലൂസായിട്ടുള്ള സാധനമാണ് എനിക്കിഷ്ടം. അങ്ങനെ വന്നപ്പോൾ ഞാൻ അത് മിക്സാക്കി നോക്കിയിട്ട് തൈര് കുറവാന്ന് തോന്നി എനിക്ക്. അപ്പോൾ ഞാൻ വീണ്ടും തൈരിന് ഞാൻ നല്ല ബൗളൊക്കെ എടുത്തട്ടെ. ഞാൻ വിചാരിച്ചു ഇന്ന് അങ്ങനെ ഡൂഗ്ലിയൊന്നും ആക്കണ്ട, വീട്ടിലെപ്പോൾ എടുക്കുന്ന സാധനങ്ങളൊക്കെ കിണ്ണത്തിലൊന്നും ആക്കണ്ടെന്ന് വിചാരിച്ചു. എന്തായാലും കുറച്ച് നല്ല അടിപൊളി തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനൊരു വെള്ള ബൗള്, നമ്മളിത് ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ മാത്രമാണ് യൂസ് ചെയ്യാറ്. ഞാൻ എപ്പോഴും വിചാരിക്കും എന്തിനാ ഇങ്ങനെ ഗസ്റ്റ് വരുമ്പോൾ മാത്രം, നമ്മളും ചേച്ചി ഞാനൊക്കെ എപ്പോഴെങ്കിലും പോകുന്നതാണല്ലോ, അപ്പം നമുക്കും കൂടി ഇങ്ങനെ തന്നൂടെ എന്നൊക്കെ വിചാരിക്കട്ടെ. അപ്പോൾ ചേച്ചി ദമ്മിട്ട് വെക്കുകയാണ്. നമ്മുടെ ചിക്കൻ കുട്ടൻ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ റൈസൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് ഇനി ദമ്മിടാൻ പോവുകയാണ്. മുകളിൽ കുറച്ച് ഡെക്കറേഷൻ അലങ്കാരപ്പണികൾ കൂടെ ബാക്കിയുണ്ട് കേട്ടോ. അതായത് നമ്മുടെ നേരത്തെ വഴറ്റി വെച്ച ഉള്ളി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് നമ്മുടെ മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് ഇനിയിപ്പോൾ ഇത് മുകളിൽ എന്തോ പൊത്തി എന്തോ ദമ്മിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് നമ്മുടെ കരിയും കൂടി ഇട്ടിട്ട് ഒന്ന് ദമ്മിട്ട് വെച്ച് സെറ്റാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ബിരിയാണി നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരികയാണ്. കുഞ്ഞിന് പിന്നെ എന്താ പറയുക, എല്ലാ ബിരിയാണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സാധാരണയായിട്ട് കൈരളിയിൽ നിന്നാണ് മേടിച്ചു കൊടുക്കാറ്, അതാണ് ഏറ്റവും ഇഷ്ടം. അതുപോലെ ഉണ്ട് എന്നാണ് അവൻ പറഞ്ഞത്.
അപ്പോൾ ഇതേ ഞാൻ കഴിക്കുകയാണ് ഗൈസ്. എന്താ പറയുക, വായിൽ വെച്ചപ്പം തന്നെ എനിക്ക് പറയാൻ വാക്കുകളില്ല, അത്രയും സൂപ്പറായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കണ്ടിഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.